ഹായ് നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോൻ്റെ താഴെ 2 ദിവസം മുമ്പിട്ട് ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് വന്നൊരു കമൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചു വളർത്തുന്നവരെ അതിനുശേഷം കുറേ കഴിയുമ്പോൾ പുറത്തേക്ക് തള്ളിവിടുന്നു. അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ചെറിയൊരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം പലരും ചെയ്യുന്നൊരു പരിപാടിയാണത്. അതുകൊണ്ടാണ് അവർ ആ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവരെ ആദ്യത്തെ ഡോഗല്ല. ആദ്യം നമ്മൾ 9-10 വർഷത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു റോസി. ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നിട്ട് അത് എന്താ പറയുക, ഈ പ്രായാധിക്യത്തെ തുടർന്ന് തന്നെയുള്ള മരണം തന്നെയായിരുന്നു. ആ മരണം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ടായിരുന്നു. നമ്മുടെ മടിയിൽ കിടന്നിട്ട് തന്നെയായിരുന്നു ആദ്യത്തെ റോസി മരിച്ചത്. പക്ഷെ നമുക്കിപ്പോഴും പറയുമ്പോൾ ഉള്ളിലൊരു തരിപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നന്നായിട്ട് സ്നേഹിച്ച് വളർത്തുന്നതാണ് അവരെ. ശരിക്കും പറയാൻ തന്നെ കിട്ടുന്നില്ല. അതിനുശേഷം നമ്മൾ പപ്പി എന്നൊരു ഡോഗിനെയാണ് നമ്മൾ വളർത്തിയത്. അവളൊരു 6-7 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ നമ്മുടെ മുമ്പിലത്തെ വീഡിയോയിലും നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. അവൾ ഒരു ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമായിരുന്നു. നമുക്ക് ഇനി ട്രീറ്റ്മെൻറ്റ് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളന്ന് നിർത്തി അവളെ ഒഴിവാക്കിയത്. പിന്നെ അതും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ട് വിട്ട് ഒഴിവാക്കിയതല്ല. നമ്മുടെ കൂടെ തന്നെയുള്ള കിടന്നിട്ടുള്ള മരണം തന്നെയായിരുന്നു. നമ്മുടെ മുമ്പിൽ കിടന്നിട്ടുള്ള മരണം. പക്ഷെ ആ മരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. ഈ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മോഷനിലൂടെ ബ്ലഡ് പോകുന്ന പോലെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ തന്നെ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരു ഡോഗിനെ വാങ്ങുന്നവർ അല്ലെങ്കിൽ ആ ഡോഗിനെ വളർത്തുന്നവർ ഉറപ്പായിട്ട് നമ്മൾ ഇങ്ങനൊരു സാഹചര്യവും കൂടെ നമ്മുടെ ഡോഗിന് ഉണ്ടാവും. അപ്പോൾ അവരെ അതുവരെയും നോക്കണം. ആ ഒരു എന്താ പറയുക, ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോവും അവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ നിന്ന് അവരുടെ അവസാനം വരെയും നമ്മുടെ കൂടെ തന്നെ നിർത്താനുള്ള ഒരു ധൈര്യമുണ്ടെങ്കിൽ, ആ നോക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ സ്നേഹിച്ച് വളർത്താൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഡോഗിനെ മേടിക്കുക. അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ 2 ഡോഗിനെ മേടിച്ച് വളർത്തുന്നത്. കാരണം നമ്മുടെ കൂടെ നമുക്ക് ജീവനുണ്ടോ, നമ്മുടെ കൂടെ ഉറപ്പായിട്ടും അവരുണ്ടാവും അവരുടെ അവസാനം വരെയും. നമ്മുടെ അവസാനത്തിന് മുമ്പാണ് അവരുടെ അവസാനമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കൂടെ അവരെ നോക്കിയിട്ട് നമ്മളിരിക്കുള്ളൂ. അപ്പോൾ ഇതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ മാത്രമേ ഒരു ഡോഗിനെ വളർത്താനായിട്ട് പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളും വാങ്ങാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്ത ആ കമൻറ്റ് വളരെ വ്യക്തമായിട്ടുള്ളൊരു കമൻറ്റാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഡോഗിനെ വാങ്ങുന്നു, കുട്ടികൾക്ക് വേണ്ടി. ഇപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുക്കുന്നു, അതല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരു 1-2 വർഷം വളർത്തുന്നു, അല്ലെങ്കിൽ 2-3 വർഷം വളർത്തുന്നു. ഇത് കഴിഞ്ഞതും ഇവരെ നേരെ പുറത്തേക്ക് റോട്ടിലേക്ക് ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക, നമ്മൾ വാങ്ങാതിരിക്കുക. വാങ്ങിയിട്ട് അവരെ ഒരു 2-3 വർഷം വളർത്തി അതിനെ പുറത്തേക്ക് വിടുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെയാണ് പറഞ്ഞാൽ തെരുവിലേ ജനിച്ച് വളരുന്നവരായതുകൊണ്ട് അവർക്ക് ഫുഡ് എടുക്കാൻ അറിയാം. അവർ എങ്ങനെയാണ് ആ ഒരു റോഡിൽ പോകേണ്ട കാര്യങ്ങൾ ഇതെല്ലാം അറിയാം. പക്ഷെ നമ്മുടെ ഈ വളർത്ത് നായ്ക്കൾ എന്ന് പറയുമ്പോൾ നമ്മളിവരെ ഈ റോഡ് തന്നെ കാണുന്നത് വല്ലപ്പോഴുമാണ്. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യാൻ പോലും ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നേരെ അറിയില്ല. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു വണ്ടി ഇടിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും അതുപോലെ അവർക്ക് മറ്റൊരാടെ പോയി ഫുഡ് എടുക്കാൻ, ഇല്ലെങ്കിൽ മറ്റൊരു നായ ഓപ്പോസിറ്റ് വരുമ്പോഴൊക്കെ നമ്മൾ ഈ കാണുന്ന പോലെയൊന്നുമല്ല. അവർക്ക് ധൈര്യം തീരില്ല. കാരണം നമ്മുടെ കൂടെ അത്രയും സ്നേഹിച്ച് വളർത്തുന്നവരായതുകൊണ്ട് എന്താ പറയുക, അവർക്ക് പുറത്ത് പോയിട്ട് ജീവിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇവരെ പുറത്ത് വിടാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ അവരുടെ ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ തന്നെ നിർത്തുക, അത്രേ പറയാനുള്ളൂ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോഗിനെ വളർത്തുമ്പോൾ അവസാനം വരെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഡോഗിനെ ഒരു ആവേശത്തിലേക്ക് അങ്ങോട്ട് വാങ്ങും. ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് മേടിക്കും. ഈ സ്നേഹം കാണേണ്ടത് ഇവിടെ മാത്രമേ. ചിലപ്പോൾ അകത്ത് അപ്പിയിടാനുള്ള സാധ്യതയുണ്ട്. നല്ലപോലെ മുടി കൊഴിയും. ഓരോ ബ്രീഡിനനുസരിച്ച് മുടി കൊഴിയാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ അതൊക്കെ അപ്പി ഒരു അതല്ലെങ്കിൽ മുടിയൊക്കെ പറക്കുന്നതൊക്കെ ഒഴിവാക്കി
അതിനെ അടിച്ചു വാരുമ്പോഴും എന്തായാലും പോകാത്ത മുടികൾ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അലർജി ആയിട്ടുള്ള ആൾക്കാർ, അത് പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുന്നതാണ്, ഡോഗിനെ വാങ്ങുന്നതേ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു പരിധി വരെ വീട്ടിനകത്തേക്ക് ഏറ്റാണ്ട് പുറത്ത് ഒരു നല്ലൊരു കൂട് സെറ്റ് ചെയ്ത് അവർക്ക് അതിൽ സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അതുപോലെ നമ്മുടെ ഡോഗിൻ്റെ, അതായത് ഒരു ഫീമെയിൽ ഡോഗാണ് വളർത്തുന്നതെങ്കിൽ ഡോഗിന് ഹീറ്റ് വരാനുള്ള സാധ്യത, അതായത് ഒരു വർഷത്തിൽ നമ്മുടെ ലാബ്രഡോറിനെയൊക്കെ സംബന്ധിച്ച് ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും മിനിമം ഹീറ്റ് വരും. ഹീറ്റ് ആവുക എന്ന് പറയുമ്പോൾ അവർക്കൊരു ബ്ലഡ് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചില ഡോഗ്സിന് നല്ല പോലെ ഒരു 10 ദിവസം 12 ദിവസത്തോളം ബ്ലഡ് വന്നു തുടങ്ങും. ആദ്യം ചെറിയൊരു വൈറ്റ് കളറുള്ളൊരു വെള്ളം പോലെ വരും, അത് കഴിഞ്ഞ് അത് ബ്ലഡായിട്ട് മാറും. പിന്നെ കുറച്ച് ദിവസം ഒരു 10-12 ദിവസം ശരിക്കും ബ്ലഡായിട്ട് തന്നെ വരും. ബ്ലഡ് പറയുമ്പോൾ നല്ലപോലെ ചില ഡോഗ്സിന് നല്ലപോലെ വരും, ചില ഡോഗ്സിന് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉള്ളിലാവും. ഇപ്പോൾ വീട്ടിനകത്തൊക്കെ ഇട്ട് വളർത്തുന്നുണ്ടെങ്കിൽ ഉള്ളിലാവാനുള്ള സാധ്യതയൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതേപോലെ ഈ പുറത്തുനിന്നുള്ള ഡോഗ്സൊക്കെ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സമയമാണ്. കാരണം നമുക്ക് കോമ്പൗണ്ട്, കൃത്യമായിട്ടുള്ളൊരു കോമ്പൗണ്ട് വീട്ടിന് ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഡോഗ്സ് നമ്മുടെ വീടുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കും. ആ പുറത്തുള്ള ഡോഗ്സ് വന്ന് വീടിൻ്റെ മതിലിലും ചുമരിലൊക്കെ ഒന്ന് യൂറിൻ പാസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഡോഗിനെ വളർത്തിയ ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇതൊക്കെ സഹിക്കേണ്ടി വരും. അതുപോലെ നമ്മളൊരു മെയിൽ ഡോഗിനെയാണ് വളർത്തുന്നതെങ്കിൽ, ഇപ്പോൾ അടുത്ത ഏതെങ്കിലും ഫീമെയിൽ ഡോഗ്സ് ഉണ്ടെങ്കിൽ ഇവർക്ക് അത് ഹീറ്റ് ആകുമ്പോൾ ഇവർക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാനുള്ള ഭയങ്കരമായിട്ട് ടെൻഡൻസി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ മതിലൊക്കെ ചാടാനുള്ളൊരു ടെൻഡൻസി അവർ കാണിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സഹിക്കുക തന്നെ വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ മെയിൽ ഡോഗ്സിന് അടുത്തുള്ള ഫീമെയിൽ ഡോഗ് എന്ന് മാത്രമല്ല, ആ സമയത്ത് ഈ അടുത്തൊരു ഫീമെയിൽ ഡോഗ് ഉണ്ടാകുമ്പോൾ ഈ മെയിൽ ഡോഗിന് ഇവിടെ കിടന്ന് കാണിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും, എന്താ പറയുക, ആ ഒരു സമയത്തുള്ള ഒരു ആനയ്ക്കൊക്കെ മതപ്പാട് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ഒരു ഡോഗിനെ മേടിക്കുക. ഇപ്പോൾ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഒരു ഫീമെയിൽ ഡോഗിനെ വളർത്തുക. അപ്പോൾ നമുക്കൊന്നും ശരിക്കും പറഞ്ഞാൽ കോമ്പൗണ്ട് ഇല്ല, പക്ഷെ നമുക്ക് ഇവർ ആ സമയത്ത് എങ്ങനെ നോക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനു മുമ്പൊക്കെ ഫീമെയിൽ ഡോഗ്സിനെ മാത്രം വളർത്തിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് വീണ്ടും നമ്മൾ ഫീമെയിലിനെ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രം. പിന്നെ അപ്പോഴും അവരുടെ അവസാനം വരെ അവരെ നോക്കണം എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ലൂസി കം. പിന്നെ അതേപോലെ മറ്റൊരാളെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് തീരെ യോജിപ്പില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മതിയല്ലോ, അവർ ടോയ്ലറ്റ് ട്രെയിനിങ് ആയാലും ശരി, മറ്റെല്ലാ ട്രെയിനിങ്ങും ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളെ നല്ലൊരു ട്രെയിനർ വിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എങ്കിലും അങ്ങനെ നമ്മുടെ ഡോഗ്സിന് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലേ ലൂസി? അല്ലേടി? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കാര്യം പറയാം, നമ്മുടെ നായ്ക്കളെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിക്കുക. അതല്ലെങ്കിൽ പൈസ കൊടുത്തപ്പോൾ നായനെ കിട്ടും, പക്ഷെ അത് പറഞ്ഞ് മേടിക്കരുത്. നമ്മൾ അവരുടെ ജീവിതാവസാനം വരെ നോക്കാൻ കഴിയുമെങ്കിൽ മാത്രം മേടിക്കുക. ഈ ഒരു ചെറിയൊരു മെസ്സേജിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. താങ്ക് യു.